തിരുമേനില്ലേ? കാലത്തെ അമ്മാവനെങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട്? അല്ല, അതിപ്പോ കുഞ്ഞീഷ അറിയാണ്ടാവൂലല്ലോ. അല്ലെങ്കിലും കുഞ്ഞീഷ അറിയാണ്ടൊരു കാര്യം ചെയ്യണത് ശരിയല്ലല്ലോ. എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് സുഖാവണം. അമേരിക്കന്നോ ഇംഗ്ലണ്ടിന്നോ എവിടെ നിന്നായാലും പെട്ടെന്ന് മരുന്ന് വരുത്തു തന്നെ. ഇത്തിരി ബന്ധപ്പെട്ടാണേലും തിരുമേനി പറഞ്ഞ പണം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തിരുമേനി പറഞ്ഞ പണം? 5 ലക്ഷേ. 2-3 തവണ വിമാനത്തില് അങ്ങനെ ഇങ്ങനെ വന്നു പോകേണ്ട കാര്യല്ലേ. ആള് വന്നല്ലോ. പണം. പണോ? ഈ പണത്തിന്റെ കാര്യമൊക്കെ അമ്മ വീട്ടിലോട്ട് പൊയ്ക്കോളൂ. രോഗികൾ വരാൻ സമയമായി. ധൃതിയുണ്ടേ. രോഗികൾ വന്നോട്ടെ. നമുക്ക് മരുന്ന് എന്നത്തേക്ക് കിട്ടും തിരുമേനി? അതെ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പം പണമല്ലല്ലോ പ്രശ്നം, സൂക്കരഭേദമാകാന്നുള്ളല്ലേ. അതെനിക്ക് മനസ്സിലായി. അമ്മാവനൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾ അമേരിക്കയിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ഈ മരുന്ന് ഫാക്ടറിയിൽ എന്തോ സമരം ഉണ്ടെന്ന് കേട്ടിരുന്നു. സമരം തീരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. പണം ഞാൻ വന്ന് വാങ്ങിച്ചോളാം. കുഞ്ഞീഷ, പയ്യന്തോറും എന്താ മോള്? ഇല്ല, ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. അമ്മാവൻ പണം ഭദ്രമായി വീട്ടിൽ കൊണ്ട് വെക്കൂ. അത് മതിയോ? മതി, ഞാനല്ലേ പറയുന്നത്. കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും പോലും ശക്തി എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. സംഘം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളനും വിശ്വാസവഞ്ചന ചെയ്യില്ല. പക്ഷെ താനത് ചെയ്തു. ഞാൻ അറിയാതെ അമ്മാവന്റെ 5 ലക്ഷവുമായി കടക്കാനായിരുന്നു എന്റെ പ്ലാൻ, അല്ലടോ? ചതി ചെയ്താൽ ജീവനോടെ താൻ തിരിച്ചു പോവില്ല. വരട്ടരുത്. ഈ ചാക്ക ഒത്തിരി കണ്ടവനാ, കൊണ്ടും കൊടുത്തും വളർന്നവനാ. ഇക്കാലം അത്രയും ക്രോസിനരച്ചും വിക്സ് അരച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ ആ വട്ടുമണ്ണ് കുളത്തിലെറിഞ്ഞു. ഇനി ഞാൻ ക്ഷമിക്കില്ല. താൻ എന്നോട് പറഞ്ഞിരിക്കുന്ന തുക മുഴുവൻ എനിക്കിപ്പോ തരണം. ഇല്ലെങ്കിലുണ്ടല്ലോ, തന്റെ ക്രോസ്നാദി വടകത്തിന്റെയും ജലൂസ്നാദി ലേഖ്യത്തിന്റെയും കാര്യം ഞാൻ നാട്ടുകാരോട് പറയും. അവർ നിന്റെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. ആ പെണ്ണിന് നിന്റെ അനിയും കെട്ടും, നീ ഗോപിയും വരയ്ക്കും. അല്ല, എന്നാലും നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു. എനിക്ക് എന്റെ ഇന്ദുവിനെ വേണം. അവളെ കിട്ടണമെങ്കിൽ തന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ. എങ്കിൽ ആ പണം ഈ ചാക്കോ മേടിച്ചിരിക്കും കുഞ്ഞികൃഷ്ണ. അല്ല, അത് കൂലിയില്ലാത്ത ജോലി എനിക്ക് വേണ്ട. ശിവശങ്കരേട്ടാ, ശിവശങ്കരേട്ടാ, അതെ, ദൈവം കൈവിട്ടിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളൂ. ഇന്ന രോഗമെന്നില്ല, എത്ര പഴകിയ രോഗമെന്നില്ല, ഏത് രോഗവും മാറ്റുന്നൊരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെ? കവലയിലെ ആൾത്തറയില് 1/2 മണിക്കൂർ ഇരുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ എന്തൊക്കെ മഹാത്ഭുതങ്ങൾ അങ്ങനെ അവിടെ കാട്ടിക്കൂട്ടിയേ. ഇവിടെ കഞ്ഞാണാട്ട അച്ഛനെ കാഴ്ച കിട്ടി. ചൊറി പിടിച്ച കുഞ്ഞിരാമനെ ഒന്ന് തൊട്ട് തലോടിയതേ ഉള്ളൂ. ചൊറിന്റെ അഡ്രസ്സേ ഇല്ല. ഇതൊക്കെ സത്യമാണോ? അതാ പറഞ്ഞത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. അതെ, സിദ്ധ ഈ ഏരിയയിൽ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേൾക്കണത്. ഒന്ന് ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞോളൂ. എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. അമേരിക്കയിൽ മരുന്ന് ഫാക്ടറിയുടെ സമരം തീർന്നു. പെട്ടെന്നൊരാളയക്കണം എന്ന് വെച്ചാൽ വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കണം നടത്തും. ആ പണപ്പെട്ടിക്ക് എടുത്തോളൂ. പണപ്പെട്ടി എടുക്കാതെ കാര്യം നടക്കുമെന്ന് നോക്കട്ടെ. അതെങ്ങനെ നേരെ? ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൂടെ കഴിയട്ടെ. അതെന്താ? ഇപ്പൊ തീർന്നിട്ട് അതൊക്കെ പിന്നെ പറയാം. തിരുമേനി, സ്വാമി കുഞ്ഞിഷ്ണാരന്തയ്ക്ക് ഒരു ഉഗ്രൻ എതിരാളി വന്നിരിക്കുന്നു. ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞോളൂ. എഴുന്നേൽക്കൂ വത്സ, എഴുന്നേൽക്കൂ. ഓം ജഗദ്ഗുരു. പുത്രീ ദുഃഖമാണല്ലേ? എല്ലാം നാം അറിയുന്നു. സവിധത്തിലെത്തിയത് ഭാഗ്യമായി. പുത്രിയെ നാം സംരക്ഷിച്ചുകൊള്ളാം. ആദ്യം അവളെ നേരിൽ കൺപാർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ചെയ്യാ സ്വാമി. ഓം ജഗദ്ഗുരു. ഓം ജഗദ്ഗുരു. ഈ ഫോട്ടോയിൽ കാണുന്നത് കാഷായ വസ്ത്രധാരിയായ ഞാൻ തന്നെയാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ദേവി മഹാമായേ. ഉണ്ണി പറഞ്ഞതനുസരിച്ച് ഭ്രാന്ത് അഭിനയിക്കുന്നവരെ പറഞ്ഞു. ഇതിനൊരു അവസാനം വേണ്ടേ? അത് നാളെയാണ്. ഞാനിവിടെ ഒരു ഹോമം നടത്തും. മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിച്ചോളാം.
ഞാനിപ്പോ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാണ്. മയങ്ങിയും കിടന്നാൽ മതി. രാമം ദശരഥം വിദ്ധിമാം വിത്തി ജനകാത്മജാം. കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങാൻ പോവുകയാണ്. കുട്ടി ഉറങ്ങാൻ പോവുകയാണ്. എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ? ഉണ്ണികൃഷ്ണനെ പറ്റിയ അവൻ വിചാരിച്ചാലേ ഈ ഭ്രാന്ത് ശമിക്കൂ. അവൻ നാട് വിട്ടുപോയി സ്വാമി. അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു എന്നുള്ളതല്ലേ സത്യം? സാരമില്ല, അവൻ വരും. ഞാൻ വരുത്തും. നാളെ ഇവിടെ ഒരു ഹോമകുണ്ടം പുകയണം. അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം. എല്ലാം ശുഭമാണ്. നമുക്ക് സമയമായി. എറിയണമെങ്കിൽ ഉണ്ണീഷ വരുമോ സ്വാമി? വരും. കർമ്മങ്ങൾ ചെയ്യും. കൂടെ വരും. ഇതാണ് ഞങ്ങളുടെ ലോക്കൽ സ്വാമി, സ്വാമി കുഞ്ഞിഷ്ണാനന്ദ. കുഞ്ഞു കൃഷ്ണാനന്ദ, അങ്ങനെ ഒരു നാമം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കാശിയിലോ ഗംഗാതടത്തിലോ ഹിമാലയത്തിലോ ഈ മുഖം കണ്ടതായി ഓർക്കുന്നുമില്ല. നാം ഹരിയാനയിലെ ഒരു ഗുഹയിലായിരുന്നു. വല്ല ദുഷ്കർമ്മവും ചെയ്ത് പോലീസിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചതാവും. അല്ല, തപസ്സായിരുന്നു. ഓഹോ, ആട്ടെ, വേദോപനിഷത്തുകളിലൊക്കെ നല്ല അവഗാഹമുണ്ടോ? അഗവാഹം. എന്ത്? അഗവാഹമല്ല, അവഗാഹം ഉണ്ടോ? ഒരുപാട് കപട സന്യാസികൾ നാട്ടിലിറങ്ങിയിരിക്കുന്ന കാലമാണേ. സാമവേദത്തിലെ ദർശനങ്ങളെ അധക്കരിച്ച് നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. വരൂ. ഓ, അതിനെന്താ? പക്ഷെ 9 മണിക്ക് ശേഷം നാം സാമവേദം തൊടാറില്ല. സ്വാമി അഡ്രസ് കൊടുത്ത് ഏൽപ്പിച്ചാൽ ഒരു ദിവസം 9 മണിക്ക് മുമ്പായിട്ട് എവിടെ വെച്ചാൽ നാം വരാം സംവാദത്തിനേ. അച്ഛനെന്നെ വിളിച്ചോ? വാ, നാട് വിട്ടുപോയ നീ തിരിച്ചു വന്ന് അറിഞ്ഞ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാള് നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആരാച്ചാ? പ്രിയപ്പെട്ട ആള് ഞാൻ മറവിന്ന് പുറത്തേക്ക് വരാം. ഇത് കംസനല്ലേ അച്ഛാ? സ്വന്തം പെങ്ങളുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന കംസൻ. പക്ഷെ കംസൻ ഇപ്പോ ഉണ്ണികൃഷ്ണന്റെ സഹായം എന്തോ വേണത്രേ. ഉണ്ണികൃഷ്ണൻ ഇനി ഒരു ദൗത്യമേ ബാക്കിയുള്ളൂ. അതെന്താണ്? കംസവധം. ഏതോ ഒരു സിദ്ധം പറഞ്ഞത്രേ അയാള് ജപിച്ചിരുന്ന ഭസ്മം നീ ഇയാടെ മകളുടെ ദേഹത്തിട്ട് അവിടെ ഭ്രാന്ത് മാറുമെന്ന്. അങ്ങനെ അവളുടെ ഭ്രാന്ത് മാറിയിട്ട് എനിക്കെന്താ പ്രയോജനം? കേട്ടില്ലേ? എന്താ വേണ്ടച്ചാ ചോദിച്ചോളൂ ഉണ്ണീഷ. ഓ, എന്ത് ചോദിച്ചാലും ഉടനെ തരുന്ന ആളാന്നറിയാം. ഞാനിപ്പൊ പഴയ ആളല്ലുണ്ണി. ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി, അബദ്ധങ്ങൾ ചെന്ന് ചാടി. അതെല്ലാം മറക്കുക. ഉണ്ണിക്കിപ്പൊ എന്താ വേണ്ടത്? വാക്കുമാറ്റത്തിൽ ബിരുദം എടുത്ത ആളാണല്ലോ അമ്മാവൻ. അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക. ഞാൻ വരാം, ഭസ്മം അറിയാം. പക്ഷെ ഭ്രാന്ത് മാറിയാൽ അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. എന്തു പറയുന്നു? എനിക്കെന്റെ മോടെ സൂക്കേട് മാറി കണ്ടാ മതി. അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലക്കണം. നിലച്ചതിന് ശേഷം അവര് കെട്ടിക്കൊള്ളും. നീ എന്നതാടാ പോയി പറയുന്നത്? അന്ന് പേരിനൊരു താലി കെട്ടിയിരുന്ന ഈ പ്രശ്നം വല്ലതും ഉണ്ടാവായിരുന്നു. താലി കെട്ടാൻ നോക്കിയപ്പോഴോടെ നിലവിളക്ക് കൊണ്ട് അവൾ എന്നെ തലക്കടിച്ചത്. ഓ, ഭസ്മം എറിഞ്ഞാ ഭ്രാന്ത് മാറൂ? അതെന്നാ ഭസ്മം ഉണ്ടാവൂയേ? നമ്മുടെ ചികിത്സ പോലെ അവിടെ ഭ്രാന്ത് ഒരു അഭിനയമാണോ? താൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പറയടോ. എനിക്കൊന്ന് ആലോചിക്കണം. എന്റെ കർത്താവെ, ചാള കുഴയുന്നല്ലോ കുഴഞ്ഞല്ലോ.